അബു ജോൺ ജോസഫിന് മന്ത്രിസ്ഥാനം കൊടുക്കരുതെന്നാവശ്യപ്പെട്ട് തോമസ് ഉണ്ണിയാടന്റെ അനുയായികൾ MLA ഹോസ്റ്റൽ മുന്നിൽ പ്രതിഷേധിക്കുന്നു. വിവരങ്ങളുമായി ദേവനാണ് ചെയ്തത്. ദേവൻ, ഈ സമയത്തും പ്രതിഷേധം നടക്കുകയാണോ? നാളെയാണല്ലോ ഒരു പൂർണ്ണരൂപം ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാവുക. എന്ത് പറഞ്ഞാണ് ഈ പ്രതിഷേധം നടത്തുന്നത്? അഞ്ജലി, കേരളത്തിൽ അധികാരത്തിൽ വന്ന UDF ഘടകകക്ഷികളുമായിട്ടുള്ള മന്ത്രിമാരുടെ ചർച്ചയിലെല്ലാം തന്നെ തീരുമാനം എത്തുന്നതേ ഉള്ളൂ. അല്പസമയം മുമ്പും KPCCയിൽ വിവിധ ഘടകകക്ഷി നേതാക്കളുമായിട്ടുള്ള മന്ത്രിമാരുടെ കാര്യത്തിലെല്ലാം തന്നെ ചർച്ചകൾ പുരോഗമിക്കുന്നേ ഉള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ MLA ഹോസ്റ്റലിന് മുന്നിൽ തോമസ് ഉണ്ണിയാടന് കൂടി മന്ത്രിസ്ഥാനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തോമസ് ഉണ്ണിയാടന്റെ മണ്ഡലത്തിലെ വോട്ടർമാരും ഒപ്പം തന്നെ പാർട്ടി ഭാരവാഹികൾ കൂടി ചേർന്ന് ഇപ്പോൾ MLA ഹോസ്റ്റലിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയും. ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ പിന്നിലൊരു കാരണം എന്താണ്? പ്രതിഷേധമല്ല, ശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിലൂടെ 10,212 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഉണ്ണിയാടൻ 4ാം വട്ടം ഇരിഞ്ഞാൽ തെരഞ്ഞെടുത്തത്. ഞങ്ങൾ 200ഓളം പ്രവർത്തകർ, ഇതൊക്കെ ഭാരവാഹികളാണ്. ഈ PJ സാറെ നേരിൽ കണ്ട് ഞങ്ങൾ അപേക്ഷിച്ചു. റിക്വസ്റ്റാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. കാരണം ഇരിഞ്ഞാലക്കുടയ്ക്ക് മന്ത്രി ആവശ്യമാണ്. തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു മന്ത്രി തന്നിട്ടില്ല. അപ്പോൾ ഇരിഞ്ഞാലക്കുടയ്ക്ക് കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു മന്ത്രിയും കിട്ടും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തോൽപ്പിക്കുന്ന നിസ്സാര കാര്യമല്ല അത്. 10,000-ൽ പരം വോട്ടിന് ജയിക്കുക എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത ആലോചിച്ച് നോക്കണം. ത്രികോണ മത്സരം നടന്നത് A ക്ലാസ് മണ്ഡലമായ BJPയുടെ അവിടെ എതിർപക്ഷത്തുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അല്ല, അബു ജോൺ ഞങ്ങളുടെ സാറിന് കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പൊന്നുമില്ല. രണ്ടാമതൊരു മന്ത്രിസ്ഥാനം രണ്ടുപേരിൽ ഒരാൾ ഉണ്ണിയാട് സാറിന് കൊടുക്കണമെന്ന് മാത്രമേ ആവശ്യം പാർട്ടിക്കുള്ളിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ BJ സാറിന് നേരിട്ട് കണ്ട് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. എന്തായിരുന്നു മറുപടി? നോക്കട്ടെ, പരിഗണിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞേക്കണം. ഞങ്ങൾ പ്രതിഷേധ സമരമൊന്നല്ല അത്. ഇത്തരമൊരു കൂട്ടായ്മയിലോട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് വണ്ടി കയറി ഞാലക്കൂടെ ഞങ്ങൾക്ക് തോന്നിയത് കിട്ടാൻ സാധ്യത എന്തോ റൂമേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങൾ നേരിട്ട് വന്ന് അദ്ദേഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ രാവിലെ പോന്നിട്ടില്ല. ഞങ്ങളിത് കിട്ടിയിട്ടേ പോകുന്നുള്ളൂ. ഇതിൻ്റെ വിവരം കിട്ടിയിട്ടേ ഇവിടുന്ന് മടങ്ങുള്ളൂ, ഇരിഞ്ഞാലക്കുടയ്ക്ക് മടങ്ങുള്ളൂ. ഞങ്ങൾ തൃശ്ശൂരിന് ഒരു മന്ത്രിസ്ഥാനം വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായിട്ടും തൃശ്ശൂർ ജില്ലയ്ക്ക് 4 പേരെ 13 സീറ്റിൽ 4 പേരെ ജയിച്ചിട്ടുള്ളൂ. ഏക CPMന്റെ MLA തോൽപ്പിച്ചിട്ട് ഇരിഞ്ഞാലക്കുടയാണ്. ആലോചിച്ച് നോക്കണം. അത് തോമസ് ഉണ്ണിയാടൻ സാറാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് അർഹനാണ്? കാരണം 4ാം വട്ടം അദ്ദേഹം ജയിച്ചിരിക്കുക. വികസന നായകൻ എന്നാണ് പേര് ഇരിഞ്ഞാലക്കുടയിൽ. ചർച്ചകൾ അനുസരിച്ചിട്ട് ഒരു മന്ത്രിസ്ഥാനമാണ് കേരള കോൺഗ്രസിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പത്രമാധ്യമങ്ങൾ പറയുന്നു, നമ്മൾ കാണുന്നുണ്ട്, TV കാണുന്നുണ്ട്. അപ്പോൾ 2 മന്ത്രിയാണ് ആവശ്യപ്പെട്ടത്. PJ സാർ ആവശ്യപ്പെട്ട് 2 കാരണം എന്തുകൊണ്ട് സീനിയറായി, എന്തുകൊണ്ട് യോഗ്യനായിട്ടുള്ള ഒരു MLA ആണ് തോമസ് ഉണ്ണിയാടൻ. അദ്ദേഹത്തിൻ്റെ പരിഗണിക്കണം എന്ന് ഞങ്ങളുടെ റിക്വസ്റ്റാണത്. അല്ലാതെ പ്രതിഷേധ സമരമല്ല അത്. ഈ ഒരു നിർദ്ദേശം കോൺഗ്രസിന് മുന്നിലേക്കാണോ നിങ്ങൾ വെക്കുന്നത്? നിങ്ങളെല്ലാവരും ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ ആവശ്യപ്പെടും. ഞങ്ങൾക്ക് കോൺഗ്രസിനോട് അപേക്ഷിക്കാമല്ലോ. കോൺഗ്രസിനും വേണ്ടിയിട്ടും കൂടിയല്ലേ ഇരിഞ്ഞാലക്കുടയ്ക്ക് ഒരു മന്ത്രി കിട്ടുക എന്ന് പറഞ്ഞാൽ. തൃശ്ശൂർ ജില്ലയിൽ ഒരു മന്ത്രിയില്ല. തൃശ്ശൂർ ജില്ലയ്ക്ക് കണ്ടുണ്ടോ ഒരു മന്ത്രി കൊടുത്തല്ലേ ഇതുവരെ. അപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ എന്തുകൊണ്ട് യോഗ്യനായിട്ട് തോമസ് ഉണ്ണിയാടനാണ്. ഈ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ കൂടി ഈ ഒരു കൂട്ടായ്മ എത്ര നേരം വരെ തുടരാനാണ്? അപ്പം ഇല്ല, ഞങ്ങളിതിൻ്റെ മറുപടി കിട്ടിയിട്ട് ഇവിടുന്ന് പോകുന്നു. ട്രിവാൻഡ്രം ഞങ്ങൾ വിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗമൊന്നുമല്ല. ഞങ്ങൾ കാത്തുകൊടുന്നു മാത്രം, ഒരു പ്രതിഷേധമല്ല. അത് തന്നെയാണ് അഞ്ജലി. തീർച്ചയായും അവരുടെ ആവശ്യമെന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു മന്ത്രിയെ ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും തോമസ് ഉണ്ണിയാടൻ അവിടെ വലിയ രീതിയിൽ മത്സരിച്ച് ഒരു വിജയം കൈവരിച്ച സ്ഥാനാർത്ഥി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം അർഹതയുണ്ടെന്നുള്ളൊരു കാര്യമാണ് പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഈ ആവശ്യവുമായി PJ ജോസഫിന്റെ പാർട്ടിയുടെ അധ്യക്ഷന്റെ മുന്നിൽ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. PJ ജോസഫിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രവർത്തകർ പറയുന്നത്. ഒരുപക്ഷേ ഇപ്പോൾ ഈ ഘടകകക്ഷികളുമായി നടക്കുന്ന UDF ചർച്ചയിൽ ഈ ഒരു ആവശ്യം അവരുടെ അല്ലെങ്കിൽ തോമസ് ഉണ്ണിയാടന്റെ ആവശ്യം കൂടി ആ ഒരു പരിഗണന UDFന്റെ മുന്നിലേക്ക് എത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയായിരിക്കും ഈ ഒരു പ്രതിഷേധത്തിന് പിന്നിൽ. ഏതായാലും തീരുമാനം ഉണ്ടാകുന്നത് വരെയും ഈ പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഇത്തരം ഒരു കൂട്ടായ്മയെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തോമസ് ഉണ്ണിയാടന്റെ പക്ഷത്ത് നിൽക്കുന്ന പ്രവർത്തകരുടെ തീരുമാനം. അഞ്ജലി.